നിങ്ങൾക്കറിയാം, ഇപ്പൊ ഇരിക്കുന്നത് തന്നെ മൈക്കില്ലെങ്കിൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുള്ളതാണ്. അതിന് വില കുറച്ച് കണ്ട് ആ വേദിയിൽ വെച്ച് അതിനൊരു മറുപടി ആൾക്ക് വിഷമമാവുന്ന രീതിയിൽ ആ ഓപ്പറേറ്ററെ കാണിക്കുകയാണ്. അത് ഞങ്ങൾക്ക് വളരെ വേദനാജനകമാണ്. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്. മാഷ് നല്ല പ്രസംഗകനാണ്, കഴിവുള്ള വ്യക്തിയാണ്. ഞങ്ങളുടെ എല്ലാ അറിവുകളും, മൈക്ക് ഓപ്പറേറ്ററുടെ എല്ലാ അറിവുകളും ഉണ്ടെന്നാണ് ആ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്, പറഞ്ഞ് കേട്ടത്, മാഷ് അവതരിപ്പിച്ചത്. ഒരു മൈക്ക് ഓപ്പറേറ്റർക്ക് ഒരു പ്രാസംഗികൻ നിൽക്കുമ്പോൾ ഞാൻ ഗിൽഡിൻ്റെ ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ പറയുന്നത് ഇന്ന് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു സെന്റിമീറ്റർ പോലും ആ മൈക്കിന്റെ മുന്നിൽ നിന്ന് ഞാൻ ചുണ്ടുമാറ്റില്ല. അത് നിങ്ങൾ ഇതിന് മുന്നിലുള്ള എല്ലാ വിധത്തിലുള്ള കഴിവുള്ള വ്യക്തികളെ നോക്കിയാൽ അറിയാം. നമ്മുടെ ഈ മാഷ് ചെയ്തത്, എം.വി. ഗോവിന്ദൻ മാഷ് ചെയ്തത് വേദിയെ അഭിമുഖീകരിച്ച് പ്രസംഗിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ പറഞ്ഞുകൊണ്ടിരിക്കലേ ഞാൻ അങ്ങനെയല്ലേ ജയേഷ അങ്ങനെ ഉണ്ടായിരുന്നു, അതെ അതെ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ ആ കട്ടായി പോയി ആവശ്യം തിരിച്ചു വരുമ്പോ പറയുന്നത് അങ്ങനെയല്ലേ ബാബ, അപ്പോഴും പോയി. ശരിയായിട്ട് രീതിയിൽ ഇത് ശരിക്കും അവതരിപ്പിക്കാം. ജയേഷെ അത് അതേപോലെയല്ലേ കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മൾ അവതരിപ്പിച്ചത്? അതെ 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 സാറേ, അതങ്ങനെ തന്നെയാണ് അവതരിപ്പിച്ചത്. ബാബുവിനും അത് മനസ്സിലായില്ല. ഇത് ആണ് അവിടെ വന്നിട്ടുള്ള വ്യത്യാസം. ആ വ്യത്യാസം നമുക്ക് അവതരിപ്പിച്ച് ഇങ്ങനെയുള്ള വേദിയിൽ കാണിച്ച് തന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനെ വന്ന് ഞങ്ങളുടെ ഒരു ഓപ്പറേറ്റർ, ചുരുക്കം പറഞ്ഞാൽ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്, മാളയിലത്തെ നല്ല ഓപ്പറേറ്ററാണ്, വർഷങ്ങളോളം പഴക്കമുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയെ നീ പോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയല്ലല്ലോ. എത്രയോ സന്തോഷമായിട്ട് പറയാം, ഞാനത് ശരിയാക്കണം, അത് നോക്കണം, അത് കഴിഞ്ഞിട്ട് പറയാം. ഞാൻ വന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണേൽ അവതരിപ്പിക്കാം വ്യക്തിയോട്. നീ മേലാക്കാൻ അങ്ങനെ വരരുത്, ഞാൻ അത്രയും മൂർജനാവസ്ഥയിൽ പ്രസംഗിക്കുന്ന സമയമായിരുന്നു, ഞാൻ കട്ടാക്കരുത് എന്ന് പറയാം. അത് വളരെ വേദനാജനകം തന്നെയാണ്. ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് അഭിമാനിക്കുക എന്നുള്ളത്. അവൻ ആ ഒരു വാക്ക് പോവാതിരിക്കാൻ ആ മൈക്ക് അടുപ്പിക്കാനാണ് പറഞ്ഞുള്ളൂ. അല്ലാണ്ട് മാഷത്തിനോട് അകലെ നിൽക്ക്, അതിന് മോശമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതൊന്ന് മോശമാക്കണമെങ്കിൽ, ഈ സൗണ്ട് മോശമാക്കണമെങ്കിൽ സിമ്പിൾ മെത്തേഡാണ് ഇപ്പോ. സിമ്പിൾ മെത്തേഡ്, ഞാൻ ഈ പറയുന്ന സൗണ്ടിനെ നമ്മൾ ഒരു സ്ത്രീയുടെ ആക്കാൻ വേണ്ടി വെറുതെ കണ്ണു തുറക്കുമ്പോഴേക്കും അത് സ്ത്രീയുടെ സൗണ്ട് ആവും. അത്രയും കഴിവറ്റ സാധനമാണ് മുന്നിലിരിക്കുന്നത്. മനസ്സിലാക്കാതിരിപ്പിക്കാം. എന്തെങ്കിലും വേറൊരു നോബ് തിരിച്ചാൽ മതി, ഒന്നും മനസ്സിലാവില്ല, കലകൊണ്ടിട്ട് ഇങ്ങനെ പോകും. അതൊക്കെ ഇതിൽ പഠിച്ച് വ്യക്തതയിലുള്ളതാണ്. 70 വർഷം 80 വർഷമുള്ള പഴക്കമുള്ള സൗണ്ട് ഓപ്പറേറ്ററേക്കാൾ നല്ല കഴിവുള്ള ഒരു ഓപ്പറേറ്ററാണ് പ്രസംഗിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ വശങ്ങൾ ശരിക്കും പറയുന്നത്. അപ്പൊ ചില വ്യക്തികൾ നന്നായി പ്രസംഗിക്കും, നല്ല നേരെ അതിന് വിട്ടു പോവില്ല. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് അനുഭവത്തിലുള്ളതാണ്. അപ്പൊ ഇത് ഞങ്ങൾക്ക് വളരെ വേദനാജനകമാണ്, അതിൻ്റെ ഒരു പ്രതിഷേധമാണ്. അത് ഞങ്ങളുടെ ഈ ഗിൽഡിന്റെ, ചുരുക്കം പറഞ്ഞ അസോസിയേഷൻ, ഈ ഓണർമാരുടെ സംഘടനയായിട്ടുള്ള ലൈസൻസ് സൗണ്ടിന്റെ സംഘടനയാണ്. അത് ഞങ്ങളോട് പ്രതിഷേധം അറിയിക്കുന്നത്. നമ്മൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ, വീഡിയോയിലും എല്ലാത്തിലും കാണുന്നുണ്ടല്ലോ. അതായത് ആ വ്യക്തിനെ ഇപ്പോ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ പിന്നെയും നമുക്ക് കഴിച്ചു കൂട്ടാം. ആള് പറഞ്ഞത് എന്നോട് മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അടുത്ത് നിൽക്കാനാണ് ഈ പറയുന്നതെന്നാണ് പറയുന്നത്. അത് ഞാൻ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ സംസാരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ആ ഒരു എന്താ പറയുക കഴിവിനനുസരിച്ച് പറയുന്നതോ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിന്റെ ഇതാണ് ആ പറയുന്നത്. തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവിന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ട് പുതിയതായിട്ട് വരുന്നതാണ്. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ ആദ്യമായിട്ടാണ് ആള് ഇങ്ങനെ ഒരു വേദി പങ്കുവെക്കുന്നതെന്നാണ്. അല്ലല്ല, ഞങ്ങൾക്ക് തെറ്റു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് ആ വ്യക്തികളുടെ രീതിക്ക് അനുസരിച്ചായിരിക്കും. തെറ്റു പറയാനൊന്നല്ല കേട്ടോ ഞങ്ങൾ ഇതിനു വേണ്ടി ഇങ്ങനെ ഒരു പ്രതിഷേധം കാണിച്ചത്. സംസാരിക്കുമ്പോ ചെയ്യുന്ന ആളുകളല്ല ഇപ്പൊ പ്രാസംഗികര്, ഇപ്പൊ ആരായാലും ഗോവിന്ദമാഷായാലും ആരായാലും പ്രസംഗിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് അത് അവരുടെ ശൈലിയാണ്. അങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അത് മാത്രമാണോ നിങ്ങൾ അതിൽ കണ്ടത് തെറ്റെന്ന് പറയുന്നത്? തൊഴിൽ മേഖലയില് എല്ലാവർക്കും അഭിമാനമുണ്ട്.
ആ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം, ആ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് അഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അന്നത്തെ ഒരു സംഭവം ഉണ്ടായത്. അദ്ദേഹത്തിനെ വളരെ വേദനിപ്പിച്ചു. ആ വേദന ഞങ്ങളിവിടെ പങ്കുചേരുന്നു, എല്ലാവരും കൂടി അതിൽ പ്രതിഷേധമായിട്ട് പറയുന്നത് മാത്രം. അല്ലാതെ ഞങ്ങളിപ്പോൾ ഇതിന്റെ പേരിൽ ഇനി ഒരു കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ മറ്റുള്ള കേരള ഒട്ടുക്കുള്ള ഇതിന്റെ പേരിൽ ഒരു ഉപരോധം ഏർപ്പെടുത്താനോ അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ ചർച്ചകൾ വന്നു. പക്ഷെ ഞങ്ങൾ അതിനെല്ലാം എതിരാണ്. ഞങ്ങൾ എല്ലാ പാർട്ടിക്കാരും എല്ലാ സാംസ്കാരിക പരിപാടികളിലും ഒക്കെ സഹകരിക്കുന്നവരാണ്. നമ്മൾ ആർക്കും എതിരല്ല. ഇതില് മൈക്ക് ബാലൻസിങ്ങിന്റെ ആണ് ഇതിന്റെ പ്രശ്നം. മൈക്ക് ബാലൻസിങ് പഠിക്കാത്തതാണ് നമ്മൾ പൊതുപ്രവർത്തകർക്ക് ഉണ്ടാവുന്ന ഈ പ്രശ്നം. ആ മൈക്ക് ബാലൻസിങ് പഠിക്കണം പൊതുപ്രവർത്തകര്. നാളെ മേലാൽ ഇതുപോലെയുള്ള ഇഷ്യൂ ഇനി ഉണ്ടാവാൻ പാടില്ല. അതിനുള്ളൊരു സൂചന ഞങ്ങളിപ്പോൾ ഇവിടെ പറയുന്നത്. കാരണം ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ദാസേട്ടനെ നോക്കണം. അദ്ദേഹം ഇതിന്റെ ആശാനാണ്. അതായത് മൈക്ക് ബാലൻസിങ് പഠിക്കണമെങ്കിൽ ദാസേട്ടനെ കണ്ട് പഠിക്കണം. അദ്ദേഹം എത്ര ഹൈപ്പിച്ച് എങ്ങനെ ഏത് മൈക്കിൽ പാടിയാലും ഒരു ഡിസ്റ്റോർഷനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു അസൗകര്യം ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്യാൻ മൈക്ക്. അദ്ദേഹം ഹൈപ്പിച്ച ഒരു ബാക്കിലേക്ക് പോകും, അടുത്ത് നല്ല രീതിയിൽ ടോൺ വരങ്ങി അടുത്തെന്ന് പറയും. അങ്ങനെ ആ മൈക്ക് ബാലൻസിങ് നമ്മുടെ പൊതുപ്രവർത്തകർ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പഴയ കാലത്തെ പോലെ ഈ ഹൈ ഇംപിഡൻസ് മൈക്കും കോളമ്പി കാലഘട്ടമൊക്കെ പോയി. ഒക്കെ ലോ ഇംപിഡൻസ് മൈക്കും മിക്സറുകളിലാണ് എല്ലാ പരിപാടിയും നടത്തുന്നത്. അപ്പൊ അടുത്തുനിന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വിചാരിച്ച ക്വാളിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് നാടകത്തിന് ഉപയോഗിക്കുന്ന മൈക്ക് വെച്ചിട്ട് മീറ്റിംഗ് പരിപാടി നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ മൈക്ക് ബാലൻസിങ് പഠിക്കാത്തതാണ് പൊതുപ്രവർത്തകരുടെ പ്രശ്നം. പിന്നെ നല്ല ഒരു പ്രസംഗിക്കുന്നവര് പല വേദിയിലും നമുക്ക് കാണാറുണ്ട്, മൈക്ക് ശ്രദ്ധിക്കില്ല, അവരിങ്ങനെ പ്രസംഗിച്ചോണ്ടേയിരിക്കും. നമ്മൾ ജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗിക്കുന്നതും പറയുന്നതും. മാഷ് അറിവില്ലാത്ത ആളൊന്നല്ല. മൈക്കിനെ കുറിച്ച് ഒരുപാട് പരിപാടികൾ പ്രസംഗിക്കുന്ന ആളാണ്, എല്ലാ അറിവുള്ള ആളാണ് ഞാൻ. പക്ഷെ ആ സമയത്ത് എന്തോ അദ്ദേഹം അങ്ങനെ സംസാരിച്ചു പോയി. കാരണം അദ്ദേഹം മൈക്കിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു, മൈക്ക് കുറവോ ശബ്ദക്കുറവോ അല്ലെങ്കിൽ മറ്റ് കംപ്ലൈന്റ് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ജനങ്ങൾ ഇരിക്കുന്ന ഇത്രയും ഒരു പരിപാടിയിൽ അടുത്തുനിന്ന് പറഞ്ഞില്ലെങ്കിൽ കേൾക്കാത്ത ഒരു കാര്യം വളരെ സത്യസന്ധമായി എളിമയോട് കൂടിയിട്ട് ആ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാണ്. അദ്ദേഹം പരിപാടി നന്നാവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്, അല്ലാണ്ട് ആ പരിപാടി മോശമാക്കാൻ വേണ്ടിയല്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിമാനത്തിനെ എന്താ പറയാ വളരെ വേദനിപ്പിച്ചു. ആ ഒരു പ്രതിഷേധം ഞങ്ങൾ ജില്ലയുടെ പേരിൽ ഞങ്ങൾ പറയുന്നത്. കാരണം എല്ലാവരും അഭിമാന പുരസ്സരം ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ പരിപാടി ഭംഗിയാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്, നിശബ്ദമായി പ്രവർത്തിക്കുന്നവരാണ്. സൗണ്ടിന്റെ മേഖലയിൽ എല്ലാവരും നിശബ്ദമായി പ്രവർത്തിക്കുന്നവരാണ്. എല്ലാ സാംസ്കാരിക പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത്. ആരും ഇതിനെ പ്രതിഷേധിക്കാറുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇപ്പൊ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഇതിൽ സംബന്ധിച്ചത് മാത്രം. അദ്ദേഹത്തിനെ വിട്ടുകൊടുക്കുകയാണ് ഞങ്ങള് അത് അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്തത്. അദ്ദേഹം അറിവില്ലാത്ത അത്രയും അറിവും വിദ്യാഭ്യാസവും എല്ലാ പൊതുപ്രവർത്തനമാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഇതിന്റെ പേരിൽ ഉപരോധം ഏർപ്പെടുത്താനോ ഇപ്പൊ കേരള ഒട്ടുക്ക് നമ്മളുടെ സംഘടന വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവാണ്. ഞങ്ങൾ ഒരാളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിക്കാനോ ഒന്നും സംഘടന മുതിരാറില്ല. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലല്ലോ. കാരണം ഈ സംഭവത്തിന് ശേഷം മുഖ്യമന്ത്രി തട്ടിമാറ്റുന്ന തരത്തിലുള്ള വീഡിയോകളും പലതും വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടല്ല. ഇത്തരം ഇത് ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ കയ്യിൽ മുന്നിൽ നിന്ന് ഉണ്ടാവുണ്ടല്ലോ, അഭിമുഖീകരിക്കണ്ടല്ലോ. ഇത് ആവർത്തിക്കാതിരിക്കാനാണ് ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത്. ഇതുപോലെ പൊതുപ്രവർത്തകരിൽ നിന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നല്ലൊരു സർവീസ് മൈൻഡഡ് ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. മുഖ്യമന്ത്രി അവിടെ ഇതിനു മുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഇവിടെ ഒരു പറമ്പിലുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഭംഗിയായിട്ടുള്ളത് കൈകാര്യം ചെയ്തത് കേട്ടിരുന്നില്ല. അത് അല്ല, അതല്ല പറയുന്നത്, ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിന്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഇത് വന്നിരുന്നു. ഇത് എല്ലായിടത്തും വരുന്നതാണ്. ഇത് ഇലക്ട്രിക് സാധനങ്ങളാണ്. ഇതിലൊക്കെ ഏതൊക്കെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. വർക്ക് ഉണ്ടായിരിക്കില്ല ചിലപ്പോ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. അപ്പൊ മുഖ്യമന്ത്രി അന്ന് വന്നപ്പോ പറഞ്ഞെന്താ വെച്ചാല്, അതിന്റെ ടെക്നീഷ്യന്മാര് ഇവിടെ ഉണ്ട്, അത് അവർ ശരിയാക്കും, നിങ്ങൾ നിശബ്ദരായിരിക്കേ. എന്നിട്ട് മുഖ്യമന്ത്രി അത് സീറ്റിൽ വന്നിരുന്നു. ഇത് ശരിയായപ്പോ വീണ്ടും കുറച്ചു. അതിനെക്കുറിച്ച് വേറൊരു അവതരണം വന്നില്ല. നല്ലൊരു അവതരണം അല്ലേ. അതിന്റെ ടെക്നീഷ്യൻ ഇവിടെ ഉണ്ട്, ആളത് ശരിയാക്കിയോളും. ആൾക്ക് നല്ല ധൈര്യമാണ് ടെക്നീഷ്യൻ ശരിയാക്കും എന്നുള്ളത്. 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ ടെക്നീഷ്യൻ ശരിയാക്കുകയും ചെയ്തു. ആള് വീണ്ടും പ്രസംഗിക്കാൻ വന്നു. ഇത് പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ കൂടെ അതിനൊരു താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ തൊഴിലാളി വർഗത്തിന് പറ്റില്ലോ. ഞങ്ങളെ പോലുള്ളവർക്ക് ഒട്ടും മനസ്സിന്
ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. അതാണ് ഞങ്ങൾക്ക് വേദനിച്ച ഇത്തരം പ്രമുഖ വ്യക്തികൾ പ്രസംഗിക്കുമ്പോഴേ ഞാൻ പറയണെന്ന് വെച്ചാല് ആ വേദിയിലേക്ക് ഒരു ഓപ്പറേറ്റർക്ക് പോകണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു അനുവാദം വേണ്ടേ? ഉറപ്പാണല്ലോ. അത് എന്തുകൊണ്ട് അവിടെ ആ അനുവാദം അവിടെ നടന്നില്ല എന്നും കൂടി അവിടെ ഒരു ചോദ്യം. ശബ്ദം കൂട്ടാനും റെഡിയാക്കാനും പറഞ്ഞപ്പോഴാണ് ഓപ്പറേറ്റർ പോയിട്ട് ചെയ്യുന്നത്. പറഞ്ഞിട്ട് ചെയ്തതാണ്. അതെ, അല്ലാതെ കയറി പോയിട്ട് ചെയ്യില്ല. നമ്മള് ജനങ്ങൾക്ക് കേൾക്കാനും ആ പ്രശ്നം പരിഹരിക്കാനും പറഞ്ഞിട്ടാണ് ഓപ്പറേറ്റർ പോയിട്ട് അത് കറക്റ്റ് ചെയ്യുന്നത്. മൈക്കൊന്ന് അടുപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് അടുത്തത് മൈക്ക് ബാലൻസിങ് ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹത്തെ ഒന്ന് ഓർപ്പിച്ചു. അദ്ദേഹം മറ്റു പല കാര്യങ്ങൾ ഇടപെട്ട് ചിന്തിച്ചാണ് സംസാരിക്കേണ്ടത്. അപ്പൊ മൈക്കിനെ ശ്രദ്ധിക്കണ്ടാവില്ല. അപ്പൊ അതൊന്ന് ഓർമ്മപ്പെടുത്തി ആണ് സംഭവിച്ചത്. അല്ലാതെ ഇപ്പൊ ഒരു വേദി പെട്ടെന്ന് ഓടി ഒരാൾക്ക് വിശദീകരണം നൽകിയപ്പോ രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം വന്നു എന്ന് പറയുന്നുണ്ട്. ആദ്യ തവണ അതുപോലെ വന്ന് ചെയ്തിട്ട് വീണ്ടും വന്നു എന്നാണ് ഗോവിന്ദ മാഷ് 2 തവണ അദ്ദേഹം വിശദീകരണത്തിൽ പറയുന്നുണ്ട്. 2 തവണയല്ല, ഒരേ ടൈമില് 2 പ്രാവശ്യം. അതായത് ഒരു പ്രാവശ്യം താറ്റി വെച്ചു ഗോവിന്ദ മാഷ്, അതൊന്ന് പൊന്തിച്ചു വെച്ചു. അപ്പൊ ഇവർക്ക് ആ ലെവല് കിട്ടിയില്ല. അപ്പൊ ഒന്നും കൂടി ആളത് വീണ്ടും താറ്റി വെച്ചു. അപ്പോഴാണ് എന്നിട്ട് പോയപ്പോഴും പ്രശ്നമില്ല, ചെവിയിൽ പറഞ്ഞു അടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പോയത്. നമുക്കൊരു വേദിയിൽ ഇതിന്റെ വിഷമങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തിനെ പിടിച്ചിട്ട് നീ പോ എന്ന് പറഞ്ഞ് തള്ളിക്കളയുക, അതിനെക്കുറിച്ച് അപവാദങ്ങള്, പിന്നെ അത് ജനത്തിന് മുന്നിലേക്ക് ആവർത്തിക്കുക, അതൊക്കെയാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളൊരു വിഷമസ്ഥിതിയുള്ളൂ. നേരെ മറിച്ച് ഗോവിന്ദ മാഷ് വീണ്ടും അതിനെ ന്യായീകരിച്ചാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതൊന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇല്ല, ഇതിൽ ഏത് കളറാണോ ഏത് വ്യക്തിയാണോ എന്താണെന്നോ ഒന്നും അറിയില്ല. ആ മൈക്കിന് ഒട്ടും അറിയില്ല. ആ മൈക്ക് പല രംഗങ്ങളിലും അവതരിച്ചിട്ടുള്ളതാണ്. ഏത് പാർട്ടിക്ക് ഉപയോഗിച്ച മൈക്കാണ് അത്. ഈ യേശുദാസ് ആയാലും പാർട്ടികളായാലും പല കളറിലും ഉപയോഗിച്ചിട്ടുണ്ട്. മൈക്കിൽ അതറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ കാര്യം. ഞങ്ങൾക്ക് ആരായാലും ശരി. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദ മാഷ് പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തും. നിങ്ങൾ മൈക്കോപ്രോട്ടർമാർ പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കണം. അല്ല, ഇതിൽ ഞങ്ങൾക്ക്